ദോശയ്ക്ക് 2 രൂപയെന്ന് പറഞ്ഞ് ഇവിടെ ദോശയ്ക്ക് വലിപ്പക്കുറവൊന്നും ഇല്ല കേട്ടാ. നല്ല പൊളപ്പൻ ദോശകളും മറ്റുമാണ് അണ്ണ ഇവിടെ ചുട്ട് തള്ളിക്കൊണ്ടിരിക്കണം. എന്നാൽ ദോശയല്ല ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം നാടൻ കോഴി പെരട്ടാണ്. 2 രൂപയ്ക്ക് ദോശ കൊടുത്തതിന് അണ്ണന്റെ മെക്കിട്ടുകാരായി നാട്ടിൽ ഇനി ആരുമില്ലെന്നാണ് അണ്ണ നമ്മളെടുത്ത് പറഞ്ഞത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും അണ്ണൻ കല്ല് കണക്കിന് ഈ ദോശ വിട്ടുകൊണ്ടിരിക്കുന്ന 2 രൂപയ്ക്ക് കൊടുക്കാൻ തന്നെയാണ്. അണ്ണൻ പറയണ 10 രൂപയും കൊണ്ട് കയറി വന്ന 5 ദോശയും കറിയും കഴിച്ചിട്ട് പോവാം. നമ്മൾ ഒരു 10 രൂപയും കൊണ്ട് രാവിലെ തൊട്ട് ഈ കടയുടെ മുമ്പിൽ കുത്തിയിരിക്കുകയായിരുന്നു. പിന്നീടാണ് ആ നഗ്നസത്യം നമ്മൾ അറിഞ്ഞത്. കട 5 മണിക്ക് തുറക്കൂ. ഇങ്ങനെ പാവങ്ങളൊക്കെ നിൽക്കണമെങ്കിലും 3 ഹോട്ടലുകളും മറ്റും ഉണ്ടായിരുന്ന അണ്ണനാണിത്. പക്ഷെ എല്ലാം തൊലഞ്ഞു പോയടെ എന്നാണ് അണ്ണ നമ്മളടുത്ത് പറഞ്ഞത്. ദോശ മാത്രമല്ല, പൊട്ടും ഇടിയപ്പവും പൊറോട്ടയും കൂടെ നാടൻ കോഴിയെ പെരട്ടിയെടുത്തതും ചിക്കൻ ഫ്രൈയും നല്ല ബീഫും കരളും ഒക്കെ ആയിട്ട് അണ്ണന്റെ കളക്ഷൻ ഒരുപാടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ തള്ളിക്കേറി വന്ന് വാങ്ങണത് നാടൻ കോഴി പെരട്ടാണ്. അതിന്റെ വില ആണെങ്കിൽ 1/2 കിലോ 300 രൂപ. ഞായറാഴ്ച ദിവസം തള്ളിക്കയറി ഇങ്ങോട്ട് വരലും ഇവിടെ അവധിയാണ്. ബാക്കി എല്ലാ ദിവസവും 5 മണിക്ക് അണ്ണൻ കട തുറക്കും. കാര്യങ്ങളും മറ്റും ചോദിച്ചുകൊണ്ടിരുന്നപ്പോ അണ്ണൻ പറഞ്ഞ് ഇപ്പൊ വല്ലതും കഴിക്കണമെങ്കിൽ കയറിയിരുന്ന് കഴിച്ചോ, കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ സൂചി കുത്ത ഇടം കാണില്ലെന്ന്. പിന്നൊന്നും നോക്കിയില്ല, അപ്പഴേ ചാടിക്കയറി കൈ കിട്ടിയതും വാരിത്തുന്നുകൊണ്ട് നമ്മളിറങ്ങി. നമ്മളെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിന്റെ അടുത്താണ് അണ്ണന്റെ ഈ 2 രൂപ ദോശക്കട. കടയുടെ പേരുകളും മറ്റും പറഞ്ഞില്ലെന്ന് പറയലും കേദാരം തട്ടുകട. അണ്ണന്റെ കടയുടെ ബാക്കി ദോശക്കഥ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചങ്കുറപ്പുള്ളവർക്ക് കയറി കാണാം. ഒരു കാര്യം ചെയ്യ്, ഓഫ് ഇതൊന്നും ഉൾപ്പെടുത്തരുത് കേട്ടോ. ഉൾപ്പെടുത്തും. ഇതൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല. ദോശ 2 രൂപയ്ക്ക് വലിപ്പം കുറച്ചോ? ദോശയുടെ വില കൂട്ടും എനിക്ക് ഇല്ല, അങ്ങനെ പോട്ടെ. ഇറച്ചി ഞാൻ പൈസ കൊടുത്തല്ല, ഗ്രാം പറയണ പൈസക്കാണ് ഞാൻ വാങ്ങിക്കുന്നത്. ടച്ചിങ്സിനെ കൊടുക്കും കേട്ടോ. ചേട്ടൻ ഇടി കൊടുക്കും. ചേട്ടൻ ഇടി കൊടുക്കും. 10 രൂപ ഉള്ളവൻ പട്ടിണി കിടക്കരുത്. പൈസ ഇല്ലാത്തവനും എന്റെ കടയിൽ വന്നാൽ പട്ടിണി കിടക്കരുത്. വലിയ ഹോട്ടലിൽ 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് ഈ സ്ഥിതിയിൽ വന്നേക്കുന്നത്. വലിയ ചിന്താഗതിയേ ഇല്ല, എല്ലാം തൊലഞ്ഞു.